ഹരേ രാമ 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 ഹരി ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഹരേ രാമ 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 ഹരി ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഹരേ രാമ 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 ഹരി ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഭക്തജനങ്ങളെ, ഇന്ന് വിച്ഛിന്നാഭിഷേകമാണ്. അന്നേരമാദിത്യനു മുതിച്ചീടിനാൻ പന്മനവൻ പള്ളിക്കൂടപ്പുണർന്നീരിന്നും എന്തൊരു മൂലമതിഞ്ഞോ മനസ്സേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ദരരു മന്ദപുരമകം ബുക്കാനതിദ്രുതം രാജീവനേത്രഗോത്രോദ്ഭുതാം ഭൂപതേ രാജരാജേന്ദ്രപ്രവരാജയാജയം ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ജിന്നനായി കണ്ണുനീരും വാർത്തു വൃദ്ധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേകി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രഗതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേകിയും ചൊല്ലിനാൾ ആശുസുമന്ത്രരോടന്നേരം. രാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിരൂതനുടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമീതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉദ്ധ്യത് പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായി സുമന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. അപ്പോഴേക്കും ആദിത്യദേവൻ ഉദിച്ചു. മഹാരാജാവ് ഇനിയും പള്ളി ഉണർന്നിട്ടില്ലല്ലോ, എന്താണതിന് കാരണം എന്ന് ചിന്തിച്ചുകൊണ്ട് മന്ത്രിയായ സുമന്ത്രരെ അന്തഃപുരത്തിലേക്ക് കടന്നു വന്നു. മഹാരാജാവിനെ സ്തുതിച്ചു നമസ്കരിച്ച് എഴുന്നേറ്റ സുമന്ത്രര് വളരെ ദുഃഖിതനായി കണ്ണുനീർ വാർത്തുകൊണ്ട് നിലത്ത് കിടക്കുന്ന രാജാവിനെ കണ്ട് പരിഭ്രാന്തനായിട്ട് കൈകേയിയോട് ചോദിച്ചു, രാജപ്രിയേ ദേവി കൈകേയി ജയിച്ചാലും മഹാരാജാവിന് ഈ ഭാവപ്രകൃതി ഉണ്ടാകാൻ എന്തേ കാരണം എന്നോട് പറഞ്ഞാലും. അത് കേട്ട് കൈകേയി പറഞ്ഞു, രാത്രിയിൽ മഹാരാജാവിന് ഉറക്കം വന്നിട്ടില്ല, മനസ്സിനെന്തോ അസ്വതന്ത്രത്വം ഉണ്ടായതാണ്. രാമ രാമ എന്ന് ജപിക്കുകയും രാമനെ തന്നെ ചിന്തിക്കുകയും രാത്രി ഉറക്കമിളയ്ക്കുകയും ചെയ്തതിനാലാണ് ഈ ഭാവപകർച്ച. രാമനെ കാണാഞ്ഞതുകൊണ്ട് രാജാവിന് വളരെ ദുഃഖമുണ്ട്. വേഗം ചെന്ന് രാമനെ വരുത്തുക എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകർണ്യജാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ടു സുമന്ത്രരുടെ പോയി ചെന്നു കൗസല്യാസുരനോട് ചൊല്ലിനാൻ. താതൻ ഭവാനിയുമുണ്ടല്ലോ വിധിക്കുന്നു, സാദരം വൈകാതെ ചെന്നുള്ളുക വേണം. മന്ത്രിപ്രവരമാദ്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ. സൗമിത്രിയോടും കരേരീരഥോപരി പ്രേമവിവശനാം താതൻ മരുവീരും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിരിക്കാൻ. രാമനെ ചെന്നൊരാടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമീവനാശുതബുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണു ഭൂമനും. സുമന്ത്രർ പറഞ്ഞു, ഞാൻ പോയിട്ട് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാം, പക്ഷേ മഹാരാജാവിൻ്റെ കൽപ്പനയില്ലാതെ ഞാൻ എങ്ങനെയാണ് പോവുക? അത് കേട്ട് മഹാരാജാവോട്, നീ പോയി ഉടനെ രാമനെ വരുത്തുക, സുന്ദരനായ രാമന്റെ മുഖം എനിക്ക് ഉടനെ കാണണം. അത് കേട്ട് സുമന്ത്രർ തിടുക്കത്തിൽ പോയി ശ്രീരാമനോട് പറഞ്ഞു, അച്ഛൻ അങ്ങേ വിളിക്കുന്നു, ഒട്ടും താമസിയാതെ ഇരുന്നൊള്ളണം. മന്ത്രിയുടെ വാക്കു കേട്ട ഉടനെ ശ്രീരാമൻ ലക്ഷ്മണനോടൊത്ത് കയറി പിതാവ് പാർക്കുന്ന കൈകേയി ഭവനത്തിലെത്തി. രാമലക്ഷ്മണന്മാർ ദശരഥന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ദശരഥ മഹാരാജാവ് പെട്ടെന്ന് സംഭ്രമത്തോടെ എഴുന്നേറ്റ് രാമനെ മാറോടണയ്ക്കാൻ കൈനീട്ടിയപ്പോൾ വീണ്ടും മോഹാലിസ്യപ്പെട്ട് ഈ ഭൂമിയിൽ വീണു. രാമീജി പറഞ്ഞു മോഹിച്ചൊരു ഭൂമീപനെ കണ്ടു ഏകേന രാഘവൻ
രാജനെ ചെന്നുടത്തടുത്താശേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരമാരുടെ ശോകാൽ വിലാപം തുടങ്ങിനാർ. യോധനം കേട്ടോ വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണമെന്തോന്നു താഥ ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നതൂ നേരം പറഞ്ഞിരു കൈകയപുത്രിയും. കാരണം താഥ ദുഃഖത്തിനു നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ ദൃഢം. ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തദുഃഖോപശാന്തി കിഞ്ചിൽ ത്വയാം കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യമാതിശ്രദ്ധനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുകീയതു. ചിത്തഹിതം നിർവതീന്ദ്രനു നിർണയം. പുത്രരിൽ ചട്ടനാകുന്നതു നീയല്ലോ. രണ്ടുപരം മമതത്വമായിട്ടുണ്ട് പണ്ട് നിൻസാധനാൽ സന്തുഷ്ട ചേതസാം. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നും തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിരുവാൻ നാണിച്ചു ഭിന്നനായി വന്നിരു താതനറിയ നീ. സത്യഭാഷേന സമ്പന്നനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു. ശതപത്രമസമുദ്ഭവനെന്നതറിയ നീ. മാതൃവചന ശൂലാഭീഷനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വൃദ്ധിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയേണമോ മാതാവേ. സാധാരണമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനാപതിനില്ല സംശയം. മനസ്സേ ഖേദമതിന്നില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താടൻ നിയോഗിക്കൽ ത്യാജമെന്നാലെന്നധിക നീ മാതാവേ. ജന്മനം തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തൽക്ഷണേ ഞാൻ ഉപേക്ഷിപ്പനറിയ നീ. രാമ രാമ എന്ന് പറഞ്ഞ് പ്രജ്ഞ അറ്റുകിടക്കുന്ന പിതാവിനെ എടുത്ത് രാമൻ മടിയിൽ കിടത്തി. അന്തഃപുര സ്ത്രീകൾ ആ രംഗം കണ്ടു വാവിട്ട് നിലവിളിച്ചു. കരച്ചിൽ കേട്ട് വസിഷ്ഠ മഹർഷി ഏതപൂർവം അടുത്തെത്തിയപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, പിതാവിന് ദുഃഖമുണ്ടാകാൻ കാരണമെന്ത്? അറിയാവുന്നവർ പറയുവിൻ. അത് കേട്ട് കൈകേയി പറഞ്ഞു, പിതാവിൻ്റെ ദുഃഖത്തിന് കാരണം നീ തന്നെ. മനുഷ്യർക്ക് സുഖമുണ്ടാകുന്നതെല്ലാം ദുഃഖത്തിൽ നിന്നാണ്. നീ മനസ്സിൽ വെച്ചാൽ അച്ഛൻ്റെ ദുഃഖം ഒഴിവാക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖശാന്തിക്ക് വേണ്ടി ചിലതൊക്കെ നീ ചെയ്യേണ്ടതായി വരും. സത്യനിഷ്ഠന്മാരിൽ മുമ്പനായ പിതാവിൻ്റെ പ്രതിജ്ഞ നീ സത്യമാക്കണം. അതാണ് മഹാരാജാവിൻ്റെ മനസ്സിന് ഹിതകരം. നീയാണല്ലോ മൂത്ത മകൻ. പണ്ട് നിന്റെ അച്ഛൻ എനിക്ക് സന്തോഷപൂർവ്വം 2 വരങ്ങൾ തന്നിട്ടുണ്ട്. അത് സാധിക്കാൻ നിനക്ക് കഴിയും. ഞാൻ ഇന്ന് അത് രണ്ടും ആവശ്യപ്പെട്ടു. അത് നിന്നോട് പറയാൻ നാണിച്ചിട്ടാണ് രാജാവ് ദുഃഖിതനായിരിക്കുന്നത്. സത്യമാവുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ട പിതാവിനെ മോചിപ്പിക്കാൻ നീ അർഹനാണ്. പും എന്ന പേരുള്ള നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മദേവൻ പുത്രൻ എന്ന പദം വിധിച്ചിട്ടുള്ളത്. അമ്മയുടെ വാക്കുകളിലെ മുള്ളുകൾ തറച്ചു കയറിയിട്ട് ദുഃഖിതനായ രാമൻ പറഞ്ഞു, അമ്മയെ ഇത്രയൊക്കെ പറയേണ്ടതുണ്ടോ? പിതാവിന് വേണ്ടി സ്വന്തം ജീവനെയോ അമ്മയെയോ സീതയെ തന്നെയോ ഞാൻ ഉപേക്ഷിക്കാം. സംശയമില്ലാത്ത കാര്യമാണത്. എനിക്ക് അതിനൊട്ടും ദുഃഖവുമില്ല. അമ്മയെ ഈ രാജ്യം തന്നെയും അച്ഛൻ ആവശ്യപ്പെട്ടാൽ ഞാൻ ഉപേക്ഷിക്കും. ലക്ഷ്മണനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും ആ നിമിഷം ഞാൻ ഉപേക്ഷിക്കും. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്ക് എന്നറിയതീം. താതകാര്യാമനാപ്തമാമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ. പിതാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മദ്യപനായുള്ള പുത്രറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാണ് കർത്തവ്യമല്ലെന്നു വെച്ചങ്ങടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിച്ഛമെല്ലാം പരിജ്ഞാതം മയാധുനാ. ആയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മതിച്ചു 2 വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിയിരാളാദരൽ.
താതൻ നിനക്കഭിഷേകാർത്ഥമായുടരാതരാ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതോ നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നിതു കാരണമാവു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാനിന്നതിനെന്തരൂപേക്ഷമ്യമായതും. ചെയ്ക അഭിഷേകം ഭരതനോ ഞാനിനി, വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്നതെന്നോട് ചൊല്ലാനു പിതാവതു ചിന്തിച്ചു, ദുഃഖിപ്പതിനെന്തു കാരണം? രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകാവാസത്തിൽ ഏറ്റമെഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും ഇദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പോലും തൃപ്തനാക്കിയിടാൻ സാധനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു, മത്പിതാ ദുഃഖിപ്പതിനില്ല അവകാശം. അച്ഛൻ നിയോഗിച്ചാൽ തീയിൽ ചാടാനും വിഷം കുടിക്കാനും ഞാൻ ഒട്ടും സംശയിക്കുകയില്ല. അച്ഛൻ്റെ ഇഷ്ടമറിഞ്ഞ് ആവശ്യപ്പെടാതെ തന്നെ സന്തോഷത്തോടെ ചെയ്യുന്നവനാണ് ഉത്തമനായ പുത്രൻ. പിതാവ് പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്നവനോ മധ്യമനാവുന്നു. പറഞ്ഞാലും ഇതെനിക്ക് ചെയ്യാൻ ആവുകയില്ല എന്ന് കരുതി പിന്മാറിപ്പോകുന്നവൻ മാതാപിതാക്കളുടെ മലമാണെന്ന് സജ്ജനങ്ങൾ പറയുന്നു. ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പിതാവിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ എനിക്കൊട്ടും വിഷമമില്ല. ഞാനിതാ സത്യം ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ശപഥം ഒരിക്കലും അത് സംഭവിക്കുകയില്ല. രാമന്റെ പ്രതിജ്ഞ കേട്ടിട്ട് കയ്യേയി പറഞ്ഞു, നിന്റെ രാജാഭിഷേകത്തിനു വേണ്ടി പിതാവ് ഒരുക്കി വെച്ചിട്ടുള്ള സംഭാരങ്ങൾ കൊണ്ട് ഭരതന് രാജാഭിഷേകം നടത്തണം. പിന്നെ രണ്ടാമതൊരു വരം കൂടിയുണ്ട്. നീയെ 14 വർഷം താമസവേഷം ധരിച്ച് വനത്തിൽ വസിക്കണം. അക്കാര്യം എന്നോട് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് രാജാവിന് ദുഃഖമുണ്ടാകുന്നത്. ഭഗവാൻ പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, അമ്മേ അതിനെന്താണ് വിഷമം? ഭരതന് രാജാഭിഷേകം നടത്തുക. ഇനി താമസിയാതെ ഞാൻ കാട്ടിലേക്ക് പോകാം. അച്ഛൻ ഈ കാര്യം പറയാത്തതെന്ത്? ഇത് വിചാരിച്ച് ദുഃഖിക്കുന്നത് എന്തിന്? രാജ്യം ഭരിക്കാൻ ഭരതന് കഴിയും, രാജ്യം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയും. രാജ്യഭരണം പ്രയാസമുള്ള കാര്യമാണ്. ദണ്ഡകവനത്തിൽ വസിക്കുന്നത് എളുപ്പമാണ്. ഈ ശരീരം മാത്രം ഭരിച്ചാൽ മതിയല്ലോ. ഇത് പറഞ്ഞ അമ്മയ്ക്ക് എന്നോട് ഏറെ സ്നേഹമുണ്ട്. ഭഗീരഥൻ ആകാശഗംഗയെ പാതാള ലോകത്ത് കൊണ്ടുപോയി പിതൃക്കളെ തൃപ്തിപ്പെടുത്തി സ്വന്തം യൗവനം നൽകിയിട്ട് വാർദ്ധക്യം ഏറ്റെടുത്ത് പൂരവും പിതാവിനെ തൃപ്തിപ്പെടുത്തി. അവരൊക്കെ പിതാക്കന്മാരുടെ പ്രസാദം കൊണ്ട് ദിവ്യന്മാരായി. ഇവിടെ എൻ്റെ അച്ഛൻ നിസാരമായ കാര്യം ചിന്തിച്ച് ദുഃഖിക്കുന്നത് എന്തിന്? രാഘവവാക്യം കേട്ടു, വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, ശ്രീജിതനായ കാമുകനായോരു രാജാതമനാവുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ. ദോഷം നിനക്കതിനേതു മകപ്പെടാ, അല്ലായിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാമുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു കൊടുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? എന്നിത്തരം പല ജാതി പറയുകയും കണ്ണിനീരാലോലമാർത്തു കരകയും നന്നായി മുറുകെ തരുകയും പിന്നെ ചുടേ ദീർഘമായി നിൽക്കുകയും ഇന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നോട് കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശേഷ നീ വാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോവിതൻ തഥാം. എന്തിരൻ താതൻ ദൈവ ദുഃഖിക്കുന്ന എന്തൊരു ദണ്ഡമിതിന്നു മഹീമതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക
സാധനം ഞാൻ അരണ്യത്തിലും വാടുവൻ ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനെ വൈകാതെ ഒരുവതിനായി വരുവേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം ബുക്കതൂ നേരം. ഇങ്ങനെ ശ്രീരാമന്റെ വാക്കു കേട്ടിട്ട് രാജാവ് ദുഃഖപൂർവം പുത്രനോട് പറഞ്ഞു, ശ്രീജിതനും അധികാമിയും രാജാതവനുമായ എന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് നീ രാജ്യം കൈവശപ്പെടുത്തുക പുത്ര. അതുകൊണ്ട് നിനക്ക് ദോഷമൊന്നും ഉണ്ടാവുകയില്ല കുഞ്ഞെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് സത്യലംഘനം ചെയ്ത ദോഷമുണ്ടാകും. തുടർന്ന് രാജശ്രേഷ്ഠനായ ദശരഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ, എൻ്റെ പ്രാണനാഥ, നിന്നെ പിരിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? മകനെ, എന്നെ വിട്ട് നീ എങ്ങനെ കൊടുങ്കാട്ടിൽ പോകും? ഇങ്ങനെ പലതും പറഞ്ഞ് ദരിദ്രരെ കണ്ണീർ വാർത്ത് കരയുകയും ശ്രീരാമനെ കാടകാടം പുടർന്നു തടുകയും ഇടയ്ക്കിടെ നെടുവീർപ്പുകൾ വിടുകയും ചെയ്തു ദുഃഖിക്കുന്ന പിതാവിനെ തൻ്റെ കയ്യിൽ കുളിർജലം കോരി കണ്ണും മുഖവും കഴുകി തുടച്ചു. ശ്രീരാമൻ ആലിംഗനം ചെയ്തു, നീതിവാക്യങ്ങൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. എൻ്റെ അച്ഛൻ എന്തിനിങ്ങനെ വെറുതെ ദുഃഖിക്കുന്നു? രാജാവേ, ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ. അങ്ങയുടെ ശപഥം പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ടല്ലോ. അനുജൻ രാജ്യം ഭരിച്ചുകൊണ്ട് ഇവിടെ വാഴട്ടെ, ഞാൻ വനത്തിൽ വാണുകൊള്ളാം. ഒന്ന് നോക്കിയാൽ ഈ രാജ്യം ഭരിക്കുന്നതിനേക്കാൾ കാട്ടിൽ പോയി വസിക്കുന്നത് സുഖമാണ്. ഒട്ടും പ്രയാസമില്ലാത്ത കർമ്മമാണ് അമ്മ എനിക്ക് വിധിച്ചത്. അതും നന്നായി. ഇനി കൗസല്യ മാതാവിനെ വണങ്ങി വിട വാങ്ങിയിട്ട് സീതയോടും പറഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോകാനായി ഞാൻ ഉടനെ വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ കൗസല്യയുടെ വാസഗൃഹത്തിലേക്ക് പോയി. ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു വിത്തമദീപദാനങ്ങൾ ചെയ്താതരാൻ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പ്രാതാഭുജം ചിത്തത്തിൽ നിന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോട് സുമിത്ത ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടിയിലെ ഭൂമിപാലപ്രിയെ നോക്കിയിരുന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നേടിനാൾ. പിന്നെ മടിയിലിരുത്തി തരുകയിൽ നന്നാൽ മുകർന്നോ കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമകളെ ബലം മന്ദമന്ദം തലോടി പറഞ്ഞേടിനാൾ. എന്തൻ മകനെ തുമുഖാമുഖം മാടുവാൻ ബന്ധമുണ്ടായതോ പാരം വിശക്കയോ വന്നിരുന്നീടു ഉജിപ്പതിനാശുനെ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തങ്ങളുടെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. പുൽപ്പാടുകേകയ പുത്രിയാമമ്മയ്ക്കും അൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യപാലിൽ മോഹിച്ചു വീണീരനാളാവുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാണവം തന്നിൽ നന്ദനൻ തന്നോട് ചൊല്ലിനാളിന്നു, നീ കാനനത്തിനു പോയിടുകൾ എന്നെയും കൊണ്ടുപോയേ നമ്മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാത്തം പൊറുക്കുമോ ദണ്ഡകാരൻ നെച്ചനാശു നീ പോകില്ലാൻ. ദണ്ഡതരാലേറ്റിങ്ങു പോയിടുവൻ പൈതലേ വേറിട്ടു പോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴീണം ഭരതനെന്നാകി നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു വിരച്ചതു കയ്യേകിയോടു നീ ചിന്തിച്ച ഭൂവനോടും കുമാരാവരാൽ. സാധനം ഞാനും ഒക്കും കുരുത്രം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേനുമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാ കവിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവവംശവും ഇന്നേ മുടിഞ്ഞു പോവും. ഈ സമയത്ത് ധർമ്മദൃഷ്ടിയുള്ള രാമമാതാവ് പുത്രന്റെ അഭിലയത്തിനു വേണ്ടി ബ്രാഹ്മണരെ കൊണ്ട് പൂജയും ഹോമവും മറ്റും നടത്തിച്ചു കഴിഞ്ഞിരുന്നു. ധാരാളം ധനം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഭക്തിപൂർവം ഭഗവാന് പാദവക കമലങ്ങളിൽ മനസ്സിൽ ഉറപ്പിച്ച ഏകാഗ്രചിത്തയായി ധ്യാനത്തിൽ മുടിയിരുന്ന കൗസല്യ അടുത്തു വന്ന മകനെ കണ്ടതേയില്ല. ആ സമയത്ത് സുഭദ്ര കൗസല്യയെ സമീപിച്ചു പറഞ്ഞു, നോക്കൂ, ശ്രീരാമൻ വന്നു നിൽക്കുന്നു കണ്ടില്ലേ?
ധ്യാനത്തിൽ നിന്നുണർന്ന കൗസല്യ ശ്രീരാമനെയും മുറുകെപ്പെടുന്ന മഴകന്റെയും മകനെ വടിയിൽ പിടിച്ചിരുത്തി നെറുകയിൽ ചുംബിച്ചു. കരിങ്കൂളപ്പൂ പോലെ ധീരതരമായ ശരീരം മെല്ലെ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, എന്താ കാരണം? വിശന്നിരിക്കുകയാണോ? വരൂ, ഭക്ഷണം കഴിക്കാം. അമ്മ പറഞ്ഞിട്ട് കേട്ട് ദുഃഖമടക്കിക്കൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, അമ്മയെ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമില്ല. ഉടനെ വനവാസത്തിന് പോകണം. മുമ്പ് കൈകേയി അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ 2 വരം കൊടുത്തിരുന്നു. ഒന്ന്, ഭരതനെ രാജാവാക്കണമെന്നും രണ്ടാമതായി എന്നെ വനവാസത്തിന് അയക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. 14 വർഷം കാട്ടിൽ മാറ്റിയിട്ട് ഒട്ടും വൈകാതെ ഞാൻ ഇവിടെ വന്നിട്ടും അമ്മ ഒട്ടും ദുഃഖിക്കാതെ സന്തോഷത്തോടെ വസിക്കണം. ശ്രീരാമൻ പറഞ്ഞു കേട്ട് കൗസല്യ ബോധം വിട്ട് നിലച്ചു വീണു. മോഹാത്സ്യം മാറിയപ്പോൾ ദുഃഖത്തിൽ മുഴുകി കരഞ്ഞുകൊണ്ട് പുത്രനോട് പറഞ്ഞു, നീ ഇന്ന് വനത്തിൽ പോകുന്നെങ്കിൽ എന്നെ കൂടിക്കൊണ്ട് പോകണം. നിന്നെ പിരിഞ്ഞ നിമിഷം പോലും ജീവിക്കാൻ എനിക്കാവില്ല. നീ ദണ്ഡകവനത്തിന് പോകുന്നെങ്കിൽ ഞാൻ കാലവഴിക്ക് പോകും. കുട്ടിയെ പിരിഞ്ഞാൽ തള്ളപ്പശുണ്ടാവുന്ന ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതല്ലോ. ഭരതന് നാട് വാഴയണമെങ്കിൽ നീ കാട്ടിൽ വസിക്കണമെന്ന് വിധിയുണ്ടോ? കൈകേയിയോടും രാജാവിനോടും നീ എന്ത് തെറ്റാണ് ചെയ്തത്? ഗുരുസ്ഥാനം വെച്ച് നോക്കിയാൽ നിനക്ക് പിതാവും ഞാനും തുല്യമാരാണ്. ഒട്ടും വ്യത്യാസമില്ല. പോകണമെന്ന് അച്ഛൻ പറയുന്നെങ്കിൽ ഈ അമ്മ പറയുന്നു പോകരുതെന്ന്. ഞാൻ പറയുന്നു മാനിക്കാതെ രാജാവിൻ്റെ വാക്കനുസരിച്ച് നീ പോകുകയാണെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. മകനെ, ഈ മാനവവംശം ഇന്നോടെ മുടിഞ്ഞു പോകും. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാവേന കേട്ടോരു സൗമിത്രയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാം ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടാൻ ആകുലമെഞ്ചിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രമാഹീനം ഷടപ്രദം ബന്ധിച്ചു നാഥനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതു മതിഞ്ഞു ശോകിപ്പതിനന്തർമുതാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനൂടെന്നു നിർണയം. കാര്യമില്ലാത്തതോ ചെയ്യുന്നതാകിനാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്ദുഷാം ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഘാതം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാവത്സരാനന്ദസ്വരൂപനിന്ദിരാവിഗ്രഹൻ ഇഞ്ചീവരാജനിന്ദ്രാദി വൃന്ദാരക വൃന്ദാവന്ദ്യാഗ്രി ഉപ്പാരവിന്ദൻ പാചപൂർണചന്ദ്ര ബിംബാനനാനിന്ദു ചൂടപ്രയൻ വന്ദാരോ വൃന്ദമന്ദാരനാരൂപമൻ. കൗസല്യയിൽ ദുഃഖപൂർണമായ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ദുഃഖവും കോപവും നിറഞ്ഞ കണ്ണിലെ തീകൊണ്ട് ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വിധം ശ്രീരാമനെ നോക്കി പറഞ്ഞു, ഈ കാര്യം ഇത്രമേലെ ദുഃഖിക്കാൻ എന്തേ കാരണം? വൃദ്ധനായി ജഡബുദ്ധിയായി ഭ്രാന്തനായി ഭാര്യയ്ക്ക് അധീനനായി നാണം കെട്ടവനായിരിക്കുന്ന അച്ഛനെയും മറ്റുള്ള എതിരാളികളെയുമെല്ലാം ഉടനെ വധിച്ചിട്ട് ഒരു തടസ്സവുമില്ലാതെ ഈ അഭിഷേകം ഞാൻ നടത്തുന്നുണ്ട്. ചേട്ടാ, അമ്മയെ, ഈ വിഷയത്തിൽ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. സന്തോഷമായിരിക്കൂ. ജ്യേഷ്ഠന്റെ അഭിഷേകം വേണ്ട വിധം നടത്താൻ എനിക്ക് പ്രാപ്തിയുണ്ട്. ആചാര്യനായാലും ശരി, ചെയ്യരുതാത്തത് ചെയ്യുകയാണെങ്കിൽ ശാസിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണൻ 3 ലോകങ്ങളെയും കോപാഗ്നിയിൽ ദഹിപ്പിക്കുമെന്ന മട്ടിൽ നിൽക്കവേ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പുഞ്ചിരി പൊടിച്ചുകൊണ്ട് മെല്ലെ അടുത്തു ചെന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. നാരായണ.